Hello guys, good morning all. Our next chapter is Preamble to the Constitution of India. കേൾക്കുമ്പോൾ ടഫായിട്ട് തോന്നുമെങ്കിലും വളരെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. Preamble to the Constitution of India means prefers to the Constitution of India or introduction to the Constitution of India. Preamble means preface or ഇൻട്രൊഡക്ഷൻ. പ്രിഫേസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നതാണ് പ്രിയാമ്പിൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആണ് പ്രിയാമ്പിൾ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് പ്രിയാമ്പിൾ. നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത്, ഒരു നോവൽ വായിക്കുന്ന സമയത്ത് അതിനൊരു ആമുഖം ഉണ്ടായിരിക്കും അല്ലേ? ആ നോവലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അരങ്ങേറുന്നത് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളാണ് ആമുഖത്തിൽ നൽകുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആമുഖമാണ് പ്രിയാമ്പിൾ. ഓക്കെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് പ്രിയാമ്പിൾ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ എന്ന ആശയം കടമെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും കടമെടുത്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കപ്പെട്ടതെന്നും പറയപ്പെടുന്നു. അതിനാൽ എ ബാഗ് ഓഫ് ബോറോവിങ്സ് എന്നും ഇന്ത്യൻ ഭരണഘടനയെ വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാനായി ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആവശ്യമായിരുന്നു. അതിനാൽ ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആയിക്കൊണ്ട് ഒരു 7 അംഗ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയമായിരുന്നു പ്രിയാമ്പിളിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന ഈ ഒരു പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. 1947 ജനുവരി 22 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പ്രമേയം പാസ്സാക്കപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂവന്റ് ബേസായ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതും അത് പാസ്സാക്കിയതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദ ആർക്കിടെക്ചർ ഓഫ് പ്രിയാമ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ദ ആർക്കിടെക്ചർ ഓഫ് പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതോ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 25 ഭാഗങ്ങളിൽ 448 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും 5 അപ്പൻഡിസസും അതുപോലെ തന്നെ 101 അമെൻമെന്റ്സും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനായി അറിയപ്പെടുന്നത്. 1949 നവംബർ 26 ഭരണഘടന ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. We, the people of India. We, the people of India എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ഒരു വാക്യത്തിലൂടെയാണ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത്. സോവറൈനിറ്റിക്കാണ് ഇത് ഊന്നൽ നൽകുന്നത്.
അതായത് ഇന്ത്യയിൽ പരമാധികാരം ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. ജനങ്ങളിലാണ് പരമാധികാരം എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. സോവറൈനിറ്റി, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ആ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ, ജസ്റ്റിസ്. എന്തെല്ലാം ജസ്റ്റിസ് ആണ്? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പു തരുന്നു. ദെൻ ലിബർട്ടി, ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇതിനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും നൽകുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടെ ചിന്തകളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ഓരോ വ്യക്തികളുടെയും വിശ്വാസങ്ങളും അവരുടെ ആരാധനാ രീതികളും, അയാൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതുമായി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യവും പ്രിയാമ്പിൾ നൽകുന്നുണ്ട്. ദെൻ ഈക്വാലിറ്റി. ഈക്വാലിറ്റി മീൻസ് ഈക്വൽ സ്റ്റാറ്റസും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും നൽകുന്നുണ്ട്. ഈക്വൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരത്വം, അത് തന്നെയാണ് ഈക്വൽ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തുല്യ അവസരങ്ങളും ജനങ്ങൾക്ക് നൽകുന്നു. ദെൻ ഫ്രട്ടേണിറ്റി. കൂടാതെ ഇൻറ്റഗ്രിറ്റിയും ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിയും പ്രിയാമ്പിൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഈ രണ്ട് കാര്യങ്ങളും പ്രിയാമ്പിൾ പ്രൊമോട്ട് ചെയ്യുന്നു. സോ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഇത്രയും അവകാശങ്ങൾ നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. പിന്നീട് 1949 നവംബർ 26 നടന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇന്ത്യൻ ഭരണഘടന ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുകയാണ്. ഈ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയി ആചരിക്കുന്നുണ്ട്. ദെൻ 1950 ജനുവരി 26 ജമ്മു കാശ്മീർ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നുണ്ട്. ഇത് നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആയി ആചരിച്ചു വരുന്നു. ദെൻ 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതിലേക്ക് 3 വാക്കുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇത്രയും വാക്കുകളാണ് പ്രിയാമ്പിളിലോട്ട് കൂട്ടിച്ചേർക്കുന്നത്. ഇതാണ് പിന്നീട് ഉണ്ടായ ഒരു മാറ്റം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ചില വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഏണസ്റ്റ് ബാർക്കർ ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്: കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഏണസ്റ്റ് ബാർക്കർ പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത്. ദെൻ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് താർക്കർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത്. ദെൻ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നാനി എ പൽക്കിവാല എന്ന ആൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് പ്രിയാമ്പിൾ ഈസ് ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ ഈസ് ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പണ്ഡിറ്റ് താക്കൂർദാസ് വിശേഷിപ്പിച്ചത്. ഇത്രയും വിശേഷണങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടോപ്പിക്കായ കാരണം ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം. ഓക്കെ.